നമസ്കാരം, വെൽക്കം ടു മലബാർ കിച്ചൺ. ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ അതല്ലെങ്കിൽ നോമ്പ് തുറയുടെ സമയത്തൊക്കെ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല അടിപൊളി ഫില്ലിംഗ് ഉള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാനിലോട്ട് നമുക്ക് ഏകദേശം ഒരു 2 ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂണോളം അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇത്തിരി ഇഞ്ചി ചതച്ചതും 1-2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അടുത്തതായിട്ട് മീഡിയം സൈസുള്ള ഒരു സവാള ചേർക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി സവാള സോഫ്റ്റായി വരുന്ന രീതിയിൽ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം ഒരു ചെറിയ പീസ് തക്കാളി, ഒത്തിരി വേണ്ട, ഒരു തക്കാളിയുടെ തന്നെ ഒരു പകുതി ഭാഗമൊക്കെ ധാരാളമാണ്, അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. ഇതിൻ്റെയൊക്കെ അളവ് എരിവിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. പൊടികളൊക്കെ ചെറു തീയിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത് കേട്ടോ. മുട്ടയിലോട്ട് ഒരു ഇത്തിരി ഉപ്പിട്ടിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നല്ലതുപോലെ നമ്മൾ സാധാരണ മുട്ട ചിക്കി എടുക്കില്ലേ, അതുപോലെ ചെയ്തെടുക്കുക. കുറച്ച് മല്ലിയില, ഞാൻ മല്ലിയില കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല, മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നന്നായിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ കുത്തി അടച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ബ്രെഡാണ് വേണ്ടത്. വൈറ്റ് ബ്രെഡ്, മിൽക്ക് ബ്രെഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. മിൽക്ക് ബ്രെഡ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ അതൊന്ന് പരത്തിയെടുക്കാൻ പറ്റും. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നല്ല കുറച്ച് തിന്നായിട്ട് വരുന്ന രീതിയിലൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള മുട്ടയുടെ ഈ ഒരു ബുർജി മസാല ഇതിനകത്തോട്ടേക്ക്, എഗ് ബുർജിയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എഗ് ബുർജിയുടെ മസാല ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാൻ കുറച്ച് മൈദ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എഗ് ബുർജി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഗരം മസാലയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ പാവ് ഭാജി മസാല ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ പാവ് ഭാജി മസാല ഇട്ടാൽ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഗരം മസാല ചേർത്ത് കൊടുത്തത്. എല്ലാം റോൾ ചെയ്ത് റെഡിയാക്കി എടുത്തതിന് ശേഷം ബട്ടറിൽ തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. റോൾ ചെയ്തിരിക്കുന്ന ഓരോ ബ്രെഡും ഇതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിൽ നല്ലതുപോലെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് പാനിലിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി ബട്ടർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യോ അതല്ലെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിലൊക്കെ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ കുറഞ്ഞ അളവിൽ മാത്രം എണ്ണ ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് 2 സൈഡും നല്ല രീതിയിൽ കളർ മാറി വരുന്ന രീതിയിൽ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ എഗ് ബുർജി കൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രെഡ് റോളാണ് നമ്മളിന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.